കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ 5 കൊല്ലം ആരും തന്നെ അത്ര അടിത്തട്ടിലേക്ക് ഫീൽഡിലേക്ക് എത്താത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായി ജനങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം പൊതുവെ ഉണ്ടാവാറുണ്ട് രാഷ്ട്രീയക്കാർക്ക്. ആ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ അവരെ വേട്ടയാടാറുണ്ട്. എന്നാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ശരിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റിയ, ജനങ്ങളെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല ഒരു കാര്യമായിട്ടുണ്ട്. അതെ അതെ, ഒരു നല്ല തന്ത്രപരമായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ഇലക്ഷനിൽ തോറ്റാൽ ഇനി ഒരു ഭാവി UDF സംവിധാനത്തിനില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അവരും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഒരു അവസാനമായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ആര്യാടനെ പോലുള്ള സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായിട്ടൊരു പക്ഷേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പോലും നിരാകരിക്കുവാനും UDFനെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. 3 ആഴ്ച കാലത്തെ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ റിസൾട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നീണ്ട 9 വർഷം നിയമസഭാ സാമാജികനായിരുന്ന ആള് രാജിവെക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം വന്ന ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സ്പോട്ട്ലൈറ്റിലെ ഒന്നാമത്തെ വിഷയം. നിലമ്പൂരിലെ നിലപാടുകൾ എന്ന് തന്നെയാണ് നമ്മുടെ വിഷയം. ബഹുമാനായ TK അഷ്റഫ് ഖാൻ നമ്മോട് ആദ്യമായി സംസാരിക്കും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 രീതിയിൽ നോക്കിക്കാണാം. ഒന്ന്, ഒരു വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ചുരുങ്ങിയ മാസങ്ങളേ ഉള്ളൂ ഇനി ശരിയായ 2026 തെരഞ്ഞെടുപ്പിലേക്ക്. ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണത്തിൻ്റെ ഭാഗമാകാനോ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ളൊരു സാവകാശം ഒന്നും ചെയ്യൂല, പറയത്തക്ക സംഗതികളൊന്നും കിട്ടൂല. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ എന്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എന്ന് വേണമെങ്കിൽ ആ നിലക്ക് ചിന്തിക്കാം. എന്നാൽ ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് ഒരുങ്ങാനും അവരുടെയൊക്കെ മിഷനറി ഒന്ന് സടകുടഞ്ഞെഴുന്നേൽക്കാനും അതോടൊപ്പം അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ അജണ്ട സെറ്റ് ചെയ്യാനും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്തുമ്പോൾ കാണുന്നത്. അതിൽ ജനങ്ങളും തന്നെ അതിനെ വളരെ ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോണില്ല എന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. 75% ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതും ഇത്ര ഹ്രസ്വമായ ഒരു കാലയളവിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ പിന്നെ പൊതുജനങ്ങൾ മുഴുവൻ ബൂത്തിലെത്തി എന്ന് പറയുമ്പോൾ അതിന് ഒരു വലിയ പ്രാധാന്യം കേരളത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഓരോ പാർട്ടിയുടെയും നിലപാടുകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മാറ്റുരക്കാനും അത് സമൂഹത്തിനോട് സംവദിക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ മുന്നണികൾക്കൊക്കെ ശരിക്കും ജനങ്ങളുടെ പൾസ് കിട്ടാൻ ഇതിലൂടെ കാരണമായിട്ടുണ്ട്. കാരണം മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ UDF LDF 2 മുന്നണികളാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ഈ 2 മുന്നണികളുടെ ഏറ്റവും ഉയർന്ന ലീഡേഴ്സ് മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ വരെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്ത് പ്രധാനപ്പെട്ട ലീഡേഴ്സ് MLA അവരൊക്കെ തന്നെ വീടുകളിലൂടെയൊക്കെ പോയി അത് ശരിക്കും നമ്മളെ പിന്നെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ 5 കൊല്ലം അത് ആരും തന്നെ അത്ര അടിത്തട്ടിലേക്ക് ഫീൽഡിലേക്ക് എത്താത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായി ജനങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം പൊതുവെ ഉണ്ടാവാറുണ്ട് രാഷ്ട്രീയക്കാർക്ക്. അതിൻ്റെ ആ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ അവരെ വേട്ടയാടാറുണ്ട്. എന്നാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ശരിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റിയ, ജനങ്ങളെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല ഒരു കാര്യമായിട്ടുണ്ട്. അതെ അതെ, ഒരു ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ ശരിക്കും പൾസ് കിട്ടി എന്നുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് ഇലക്ഷൻ ഉണ്ടാകാൻ കാരണക്കാരനായത് PV അൻവർ രാജിവെച്ചതാണ്. രാജിവെക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങൾ എന്തായിരുന്നാലും 2026 തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കാൻ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പോലീസിലെ
പിന്നെ ഒരു കാവ്യവൽക്കരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വന്യജീവി പ്രശ്നം അതിപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കേരളത്തിൽ അതുപോലുള്ള മരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് അടിസ്ഥാനപരമായി ജനങ്ങളെ മനസ്സിൽ എന്നും ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കഷൻ വന്നു. പക്ഷെ വേണ്ടതുപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇനി അത് അടുത്ത ഒരു 2026 തെരഞ്ഞെടുപ്പിലും ഈ വിഷയങ്ങൾ എന്ത് ചെയ്യും, ശരിക്കും ജ്വലിച്ചു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJP ചിത്രത്തിലില്ലാതെ ചർച്ചയിലില്ലാതെ നടന്നു പോയൊരു തെരഞ്ഞെടുപ്പാണത്. അത് എല്ലാത്തിനും തൂക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് വരവ്. അതെ, അവർക്ക് കെട്ടിവെച്ച കാശ് പോലും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ 0.5% വോട്ട് കുറവുമാണ്. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിരുന്നൊരു പിക്ചർ എന്താ വെച്ചാൽ BJP നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഭയങ്കര മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ട്. പക്ഷേ ആ നരേറ്റീവ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, വർക്കൗട്ടായിട്ടില്ല. അത് മറ്റു മണ്ഡലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും നമുക്ക് അതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസപരമായൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്ന് എല്ലാ മുന്നണികളും രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. ആ പാഠം എന്താണെന്ന് വെച്ചാൽ മതേതര കേരളത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മതനിരപേക്ഷത എന്ന് പറയുന്നത് എത്രമേൽ അത് ഊരിയെടുത്താലും നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിൽ അതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് നിലനിർത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യകരമായൊരു സമൂഹത്തെ ഇവിടെ ഉയർത്തിക്കൊണ്ട് കാണിക്കാൻ കഴിയുള്ളൂ എന്ന സത്യത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് വിളിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇക്വേഷനിലാണ് രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നതിൽ വളരെ കൃത്യമാണ്. ഈ മതവും ജാതിയും വർഗീയതയും അതിങ്ങനെ മുഖ്യ വിഷയമായിട്ട് കുറച്ച് കാലമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇതിലും ആ നിലക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രമിച്ചതൊന്നും എന്ത് ചെയ്തിട്ടില്ല, അതൊന്നും വിജയിച്ചിട്ടില്ല. അതൊന്നും ജനങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിന് വലിയൊരു സന്ദേശം എന്ത് ചെയ്യണം, ഈ രാഷ്ട്രീയ കക്ഷികൾ ശരിക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജീവൽ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യണം, എലക്ഷൻ അജണ്ടകൾ തിരിച്ചു കൊണ്ടുവരണം. 2026 ശരിക്ക് ആ രീതിയിലായിരിക്കണം അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ നമ്മുടെ ഈ സ്പോട്ട് ലൈറ്റിൽ നമ്മൾ പറഞ്ഞു കേരളം എപ്പോഴും പ്രളയത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം അങ്ങനൊരു പ്രളയത്തിൻ്റെ സാഹചര്യം വന്നാൽ അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ട്, അതിനടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. അതുപോലെ ഈ വന്യജീവി പ്രശ്നം കേന്ദ്രത്തിൽ ആദ്യം അതിൻ്റെ നിയമം പരിഷ്കരിക്കണം. എന്നിട്ട് അതിന് ആവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തണം. അതോടൊപ്പം കേരളത്തിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ, 6 വയസ്സായ കുട്ടീനൊക്കെ കൊണ്ടുപോയിട്ട് അതെ അത് ചെയ്യണം. വാൽപ്പാറയിൽ കടിച്ചുകൊണ്ടുപോയി അതൊക്കെ നമ്മളെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒരു മെയിൻ വിഷയമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, വരേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു കക്ഷി ജയിക്കുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ടാണ് എന്ന ആരോപണം അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നിലമ്പൂരിലും തന്നെ ശരിക്ക് നമ്മൾ നിലമ്പൂരിലെന്ന് ഞാൻ പറയണത് മറ്റു ഇതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അവിടങ്ങളിലൊക്കെ ഈ വർഗീയമായ വിഷയങ്ങളും കാര്യങ്ങളും ഉന്നയിച്ചിട്ട് അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, നേട്ടം കിട്ടിയിട്ടില്ല. അവിടെ അത് വർക്കായിട്ടില്ല, അതിവിടെയും വർക്കായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വർഗീയവാദികളെ വോട്ട് കൊണ്ടാണ് എന്നിങ്ങനെ സ്ഥിരം പറയുന്ന രീതി ഉണ്ടല്ലോ, അത് ഈ വോട്ട് ചെയ്ത മനുഷ്യന്മാരെ അവഹേളിക്കലാണ് ശരിക്കും. വളരെ വിരലിലുണ്ടാവുന്നത്. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കാര്യമാണെങ്കിലും SDP-ൻ്റെ കാര്യമാണെങ്കിലും അവർക്ക് SDP-ക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം പോടുണ്ട് കഴിഞ്ഞ വർഷത്തിലേറെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവർക്ക് വോട്ട് വളരെ കുറവേ ഉള്ളൂ, കുറച്ച് ആളേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരു നല്ലൊരു ഒരു വിജയം നടക്കുമ്പോൾ അതൊക്കെ ഇവരുടെ വോട്ടാണെന്ന് പറയുന്ന സമയത്ത് ഈ വോട്ട് ചെയ്ത ഇവരിലൊന്നും പെടാത്ത ആളുകൾ തന്നെ എന്തായി മോശക്കാരായി മാറില്ലേ, ശരിക്കും അവഹേളിക്കലല്ലേ. അത് ഇനിയെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിക്കും തിരിച്ചറിയണം. ഇപ്പോൾ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അവിടെയൊക്കെ ഈ ഒരു മോഡൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ വിജയിച്ചില്ല. പുതുപ്പള്ളിയിൽ ശ്രമിച്ചു, വിജയിച്ചില്ല. പാലക്കാട് ആ നിലക്കുള്ള ശക്തമായ ഇതുണ്ടായി, അവിടെ അത് നടന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയാണ് ശരിക്ക് നിലമ്പൂരിൽ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് കീശയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തില്ല, വിജയിച്ചിട്ടില്ല. അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. അത് BJPക്ക് അനുകൂലമായിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നിട്ടില്ല.
അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളാകട്ടെ, ഹൈന്ദവരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, അവർ ശരിക്കും മതനിരപേക്ഷ മനസ്സോടുകൂടി തന്നെയാണ് എന്ത് ചെയ്യണത്, കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്നുള്ളതിന് ഒരു പിന്നെ അടയാളമായിട്ട് നമുക്ക് ഈ ഇലക്ഷനെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ വേറെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ചർച്ചയായൊരു പ്രധാനപ്പെട്ട ഈ വർഗീയമായ വിഷയത്തിൽ വന്നത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വെൽഫെയർ പാർട്ടിയെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ചത് തെറ്റാണെങ്കിൽ അത് രണ്ട് മുന്നണിയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ് ചെയ്തതെങ്കിൽ ആ ശരി രണ്ടു കൂട്ടരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, അത് ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അതിങ്ങനെ പിന്നെ ഒരു പുകമറയാണ്, തരാതരം ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഗതി ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇനി പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ, അത് പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം LDF ആണ് ആ വിഷയം എന്ത് ചെയ്ത് വല്ലാതെ ഉന്നയിച്ചു കൊണ്ടുവന്നത്. അതിനെ ഈ ഒരു ഭാഗത്ത് RSS, ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി എന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ടും പിന്നെ ഒന്നിവിടെ പിന്നെ ശരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അവർ പിന്നെ എല്ലാ അർത്ഥത്തിലും ഫാസിസ്റ്റ് ചിന്താഗതി ഇവിടെ സമൂഹത്തിൽ അവരുടെ ഭരണ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാ ഭാഗത്തും അടിച്ചു കയറാണ്. സിലബസിലാകട്ടെ, നീതിപീഠങ്ങളിലേക്കാകട്ടെ, ജുഡീഷ്യറി, അതുപോലെ മാധ്യമങ്ങൾ എല്ലാം വിലക്കെടുത്തൊരു വലിയ കരാളഹസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സാഹചര്യം പോയിട്ട് അങ്ങനത്തെ അവസ്ഥയ്ക്കില്ല. ആശയപരമായി അവരിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം നമ്മളും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ടും ഇങ്ങനെ സമീകരിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ള സത്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ പിന്നെ ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരുത്തണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ഇവരെ മുൻനിർത്തിക്കൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംവിധാനങ്ങളെ ഒരു നാട്ടക്കുറിയായി നിലനിർത്തിക്കൊണ്ട് പിന്നെ ന്യൂനപക്ഷങ്ങൾ പിന്നെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് പറയുന്ന കുറേ സംഗതികളുണ്ട്. ആ പറച്ചിലുകളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു ഏകീകരണമാണ്. അതായത് ഇവിടെ BJP മുമ്പ് ന്യൂനപക്ഷങ്ങൾക്കെതിരും അതുപോലെ മുസ്ലിം സമുദായത്തിനെതിരിലും പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇവരെക്കുറിച്ച് പറയുന്നു എന്നുള്ള രൂപത്തിൽ ഒരു ഭീതി, ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ ഭരിക്കും, ഇവർ ഇസ്ലാമിക ഭരണം കൊണ്ടുവരും, നിങ്ങളെ കടിച്ച് പുറത്താക്കും, നാശാക്കും എന്ന് മുസ്ലിങ്ങൾ ഭരിക്കും എന്ന് പറയുന്നതിന് പകരം ഇവർ കൊണ്ടുവരുന്നത് പറയാം. അപ്പം ഇവരെ മുന്നിൽ വെക്കുന്നതോടുകൂടി മറ്റു മുസ്ലിം സംഘടനകളാരും എന്ത് ചെയ്യൂല, ഇതിനെതിരെ രംഗത്ത് വരില്ല. അത് ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പറയല്ലെന്ന് വിചാരിക്കും, ആ ഒരു ആനുകൂല്യം കിട്ടും. അതോടൊപ്പം എന്ത് ചെയ്യും, ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നെ ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് ഇടയിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അവരുടെ റൂട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു തന്ത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഇടതുപക്ഷത്തിന് എന്തല്ല, യോജിച്ചതല്ല. അതിന് UDF ചെയ്യുകയാണെങ്കിലും UDFനും യോജിച്ച രീതിയല്ല. അതേപോലെ തന്നെ ഇതിന് നേരെ മറുവശമുള്ളത് എന്താ വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയം വരുമ്പോൾ CPMന് മറുപടി പറഞ്ഞ് അവർ മറച്ചു വെച്ചിരിക്കുന്ന ആദർശ വ്യതിയാനത്തെ വെള്ള പൂശാൻ ഈ സമയം ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതും ശരിയല്ല, അതും ശരിയല്ല. അതായത് ജമാഅത്ത് ഇസ്ലാമി ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരുടെ മൗദൂദ് സാഹിബ് എഴുതി വെച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് അവർ പറയാറുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങളെ പിന്നെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ് എന്നാണ് പറയുക. അങ്ങനെയാണ് എങ്കിൽ അതിന് എതിരായിട്ട് ഇതിൽ വന്ന, അതായത് ദീന്, റബ്ബ്, ഇബാദത്ത്, അതുപോലെ ഹലാല്, ഹറാമ്, ഹാക്കിമിയത്ത്, ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന സത്യത്തെ അഡ്മിറ്റ് ചെയ്യുകയും അതവർ ഉൾക്കൊള്ളുകയും അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന്, ശരിക്കും ആശയപരമായി തന്നെ തള്ളിക്കളയുന്നു എന്ന് പറയുകയും ആ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള വരികൾ അവരുടെ IPHൽ നിന്ന് വന്നിരിക്കുന്നതൊക്കെ പിൻവലിക്കും ചെയ്യുന്നൊരു സമീപനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ അതെ. അപ്പോൾ അത് എന്തല്ല, ഒരു ശരിയല്ല. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ, ഈ പിന്നെ ഇടതുപക്ഷം അവരെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് മറുപടി പറയുന്നു എന്ന രീതിയിൽ ഇതൊക്കെ വെള്ളപൂശി പോകുന്ന ഒരു രീതി അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മുസ്ലിം സംഘടനകൾക്ക്, അവരുടെ ആദർശപരമായി എതിർപ്പുള്ള സംഘടനകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇടപെടേണ്ടി വരും. ഇടപെടുകയും ചെയ്യും, ആ കാര്യം സംസാരിക്കുകയും ചെയ്യും. അവിടെ മുസ്ലിം സംഘടനകൾ തമ്മിൽ കാണിക്കേണ്ട ഒരു മര്യാദ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും തന്നെ ഇത് പൊളിറ്റിക്കലായിട്ട് ഈ വിഷയത്തെ കൊണ്ടുവന്ന് സംസാരിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്,
ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ്. കാരണം BJP പഴയതുപോലെയല്ല. ഇവിടെ പിന്നെ 2 പ്രാവശ്യമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത പ്രാവശ്യത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ രീതി എന്തല്ല, അത് ഗുണകരമല്ല ചെയ്യുക. എന്നാൽ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള ഇതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക ശബ്ദങ്ങൾ, വിഷയങ്ങൾ, ആശയപരമായ വിഷയങ്ങൾ, അത് അതിൻ്റേതായ പശ്ചാത്തലത്തിലും പിന്നെ പ്ലാറ്റ്ഫോമിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കും, തിരുത്തിക്കൊണ്ടിരിക്കും, ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുമ്പോഴേക്ക് അത് ഇസ്ലാമോഫോബിയാണ്, ഈ സമയത്ത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് വരുന്ന ഒരു രീതി, അത് ജമാഅത്ത് ഇസ്ലാമി ആയാലും ശരിയല്ല, വേറെയുള്ള സംഘടനകളായാലും ശരിയല്ല. അങ്ങനെ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ ആശയത്തെപ്പറ്റി ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൊട ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്തല്ല, അത് ജമാഅത്ത് ഇസ്ലാമിക്കും ശരിയായ രീതി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ UDF ആണെങ്കിലും LDF, ഇപ്പോൾ ഇപ്രാവശ്യം പിന്നെ UDF ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ VD സതീശനൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇവർ വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വെൽഫെയർ പാർട്ടി അംഗീകരിക്കേണ്ടത് പറഞ്ഞപ്പോൾ വോട്ട് ആര് തരാമെന്ന് പറഞ്ഞാലും അതൊരു പക്ഷേ ചിലപ്പോൾ പിന്നെ സംവിധാനങ്ങൾക്ക് പിന്നെ അത് സ്വീകരിക്കേണ്ടി വരും. അതോടൊപ്പം കുറച്ചുകൂടെ കടന്ന് അവർക്കെന്താണ് കുഴപ്പം, അവരുടെ സിദ്ധാന്തങ്ങൾക്ക് എന്താണ് കുഴപ്പം, അവരൊക്കെ അത് മാറ്റിയില്ലേ എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശാൻ ഒരിക്കലും UDFൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ട കാര്യമില്ല. UDFൻ്റെ പ്ലാറ്റ്ഫോമും കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്നതും ശരിയല്ല. അത് പിന്നെ വേറൊരു വിഷയമാണ്. അതിപ്പോൾ VD സതീശനെ പോലെയുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു മാറ്റർ അല്ല അത് പുറത്തേക്ക് കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവരെ ഉള്ള ആളുകൾക്ക് അതിൽ കാണാൻ കഴിയുള്ളൂ. അതിൻ്റെ മതപരമായ തലങ്ങളും മറ്റു വിഷയങ്ങളും അവരെത്രത്തോളം മാറ്റി, അവർ പറയുന്നത് ഞങ്ങളെ നയങ്ങളിലാണ് കാര്യങ്ങൾ മാറ്റുന്നത്, ഞങ്ങൾ ആദർശം മാറ്റിയിട്ടില്ല എന്നാണ്. അവർ മൗദൂദിയെ തള്ളി പറഞ്ഞിട്ടേയില്ല, അതാണ് അവരുടെ ബേസ്. പക്ഷേ ഇവരെ വിചാരിച്ചു വെക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ പ്ലാറ്റ്ഫോമും അവരുടെ സംവിധാനവും ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ ആദർശം വിശദീകരിക്കാനോ അതിന് കൊട പിടിച്ചു കൊടുക്കാനോ അതിന് പ്രതിരോധം തീർക്കാനോ അവർ മെനക്കെടേണ്ട കാര്യമില്ല. അതേപോലെ അതൊക്കെ മതസംഘടനകൾ തമ്മിൽ എന്ത് ചെയ്തോളും, അതിൻ്റെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. അതേപോലെ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളെ പറ്റി ഇവർ ഈ രീതിയിൽ പറയുന്നു, അതുകൊണ്ട് പിന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മറുപടി പറയാണ് എന്ന ആ ഒരു ആവരണം സ്വീകരിച്ചുകൊണ്ട് ഇവർ ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയാത്ത അവരിലുള്ള അബദ്ധങ്ങളെ ന്യായീകരിച്ചൊപ്പിക്കാനും ഈ സമയം എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വരേണ്ട ഞങ്ങൾ ഇതിനൊക്കെ മറുപടി മറുപടി പറഞ്ഞോട്ടെ, പൊളിറ്റിക്കലായിട്ട് മറുപടി പറഞ്ഞോട്ടെ. പിന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ, മുസ്ലിം സമുദായത്തിൻ്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ എല്ലാ സംഘടനകളും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി രംഗത്ത് വരികയാണ് വേണ്ടത് എങ്കിൽ അത് മൊത്തം സമുദായം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ജമാഅത്ത് ഇസ്ലാമി മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടുത്തെ മുജാഹിദുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, അതേപോലെ സുന്നികൾ വ്യത്യസ്ത ടീമുകളുണ്ട്, വേറെയും സംഘടനകളുണ്ട്. അവരൊക്കെ ഇനി ഓരോ സംഘടന ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ്, എന്നിട്ട് അതിൽ മുസ്ലിം ലീഗ് ഒരു മുന്നണി ആയിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരു മുന്നണിയിലെ ഘടകകക്ഷികളാക്കിയിട്ട് അതിൻ്റെ അത് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മുസ്ലിം ലീഗ് മാറുക, അതൊന്നുമല്ല. അതൊക്കെ മുസ്ലിം ലീഗിൻ്റെ അടിത്തറ മാറുന്ന വിഷയമാണ് വരിക. അപ്പോൾ ഇവിടെ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പറയാൻ വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന സമുദായ സംഘടനകൾക്കില്ല. ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, ഇവർക്ക് പൊതുവായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്. അവിടെ മുസ്ലിം ലീഗ് ആകട്ടെ, ഈ PDP ആകട്ടെ, അതേപോലെ വെൽഫെയർ പാർട്ടി ആവട്ടെ, INL ആവട്ടെ, ഇവരൊക്കെ അടിസ്ഥാനപരമായി എടുത്തു കഴിഞ്ഞാൽ ഒക്കെ പറയുന്നതാണ് പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം, ക്ഷേമ പ്രവർത്തനം, ദളിതരുടെ സാഹചര്യങ്ങൾ, അതുപോലെ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവർക്കും പറയാനുള്ളത്. ഈ വിഷയങ്ങൾ തന്നെ വെച്ചുകൊണ്ട് എന്തിനാ വ്യത്യസ്ത പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത്? അപ്പോൾ അത് ശരിക്കും ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതല്ല, അത് ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ ഓരോരുത്തരും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, അവരൊക്കെ ആ നിലക്ക് കൂട്ടിപ്പിടിച്ച് അവരൊക്കെ മുന്നണിയിലെടുത്ത് ആ രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുസ്ലിം സംഘടനകൾ മൊത്തം വിഷയത്തെ പറ്റി എന്ത് ചെയ്യേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. എല്ലാവർക്കും പോളിസിയിൽ എന്ത് ചെയ്യേണ്ടി വരും, പുനഃക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ സ്വഭാവമൊക്കെ മാറും. അത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെങ്കിലും ആയിട്ട് ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം, ഇത് വർഗീയ ബാന്ധവത്തിൻ്റെ ഒരു റിസൾട്ടാണ് എന്ന രൂപത്തിൽ തന്നെയാണ്. അത് ഇവിടെ എന്ത് ചെയ്തു, ആവർത്തിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ ഇതിനകത്ത് കാണുന്നതിൻ്റെ ഒരു മറുവശം എന്താ വെച്ചാൽ, ഒരു എലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ രാഷ്ട്രീയമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം ആണ്. ആ അർത്ഥത്തിൽ
കേരളത്തിൽ ഉള്ള നിലവിലുള്ള ജനങ്ങളെ ഈ ഒരു ഇലക്ഷനിലൂടെ എന്തു തരം എഡ്യൂക്കേഷനാണ്, ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ് കൊടുത്തത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. എന്നുവെച്ചാൽ ഇരു മുന്നണികളാണെങ്കിലും ശരി, ഇവിടുത്തെ ജീവൽ പ്രശ്നങ്ങൾ ഏത് നിലയ്ക്കാണ് ചർച്ചയ്ക്കെടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ഇലക്ഷനെയും ഒരു പരാജയമായിട്ടാണ് കാണുന്നത്. കാരണം ഇതേ ഒരു രീതിയിലാണ് ഇനിയിപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പിന്നെ മറ്റേ അത്രത്തോളം ഇതില്ലായിരിക്കാം, എന്തായാലും അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ഗുണകരമല്ല. പക്ഷെ നമുക്കറിയാം ഈ ഇലക്ഷൻ അനിവാര്യമാക്കി തീർത്തത് അൻവറിൻ്റെ രാജിയാണ്. അൻവർ വെറുതെ രാജിവെക്കുകയല്ല ചെയ്തത്. അദ്ദേഹം കൃത്യമായ ചില പ്രശ്നങ്ങളെ ഉന്നയിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയും, എന്നാൽ അത് നടക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാതെ വെക്കുന്നൊരവസരത്തിലാണ് അദ്ദേഹം ഈ രാജിവെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാവരും എന്തെങ്കിലും പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ ഇവിടുത്തെ ജനം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം ഒരു കേരളത്തിൻ്റേത് പോലുള്ളൊരു രാഷ്ട്രീയ ഒരു സംസ്ഥാനത്ത് ഇത്രയും തീവ്രമായ ഒരു പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അൻവറിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിക്ക് 20,000 വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് നിലപാടുകൾക്ക് ജനം ഒരു സ്വീകാര്യത കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉപകാരം സ്വീകരിച്ചിട്ടുള്ളത് തന്നെയാണ് അവര് തീർച്ചയായിട്ടും. അതോടൊപ്പം എന്താ വെച്ചാൽ UDF ഇവിടെ ഈ പൊതുവിൽ കൊണ്ടുവന്ന ഒരു നല്ല തന്ത്രപരമായൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ഇലക്ഷനിൽ തോറ്റാൽ ഇനി ഒരു ഭാവി UDF സംവിധാനത്തിനില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അവരും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഒരു അവസാനമായിരിക്കും എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ആര്യാടനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായിട്ടൊരു പക്ഷേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെപ്പോലും നിരാകരിക്കുവാനും ഒരർത്ഥത്തിൽ ഈ UDFന് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. മറുവശത്താകട്ടെ ഏതെങ്കിലും നിലയിൽ UDF അതിൻ്റെ വികസന രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനൊന്നും ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ഒപ്പം നമ്മൾക്ക് കാണാം ഇവിടെ വേറൊരർത്ഥത്തിൽ നമ്മളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിരന്തരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് മലപ്പുറം ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഈ കാര്യങ്ങൾക്കും ഏതെങ്കിലും നിലയിലുള്ള ഒരു പരിഹാരം പോലും കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായില്ല. ഇപ്പോഴും നമുക്കറിയാം സീറ്റിൻ്റെ പ്രശ്നം എന്ത് ചെയ്യുന്നു, അത് കത്തി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സജീവമായ പ്രശ്നങ്ങളെ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ചെറിയ ഗിമ്മിക്കുകൾ കളിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്കറിയാം ആ സമയം നീട്ടുന്ന വിഷയം, സ്കൂൾ സമയം നീട്ടുന്ന വിഷയം, അത് ബോധപൂർവം ഒരു പ്രശ്നമാക്കി കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ പിൻവലിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു, 9-10 ക്ലാസ്സുകൾ എന്ന രീതിയിൽ പറഞ്ഞത് ചെയ്യാനുള്ള ജീവിതത്തിൽ. പക്ഷെ എന്തായാലും അത് ഓർഡറൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇറക്കിയിട്ടില്ല ഇപ്പോഴും. പക്ഷേ അവിടെ അത് സമസ്ത പറഞ്ഞതുകൊണ്ട് നമ്മളെന്താണ് കേൾക്കണോ വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോലും എന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിലൊരു ധ്രുവീകരണത്തിനാണ് ഇതിലൂടെ ശ്രമിച്ചത്. അതല്ലാതെ ഇതിനൊരു പ്രശ്നമായി കണ്ടുകൊണ്ട് പരിഹരിക്കാനില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൻവർ ഉന്നയിച്ച ധാരാളം രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിൽ മേഖല അനുഭവിക്കുന്ന, സാമ്പത്തിക മേഖല അനുഭവിക്കുന്ന, സാമൂഹ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറേണ്ടതാണ്. നമുക്ക് ഇനിയെങ്കിലും എന്ന് വെച്ചാൽ ഒരു ശരിയായ നിലയിലുള്ളൊരു രാഷ്ട്രീയ നിലപാടോടെ ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ കക്ഷികൾ മുന്നോട്ട് വരിക എന്ന് നമ്മൾ പ്രത്യാശിക്കുക എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്.